അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു തെളിവുകൾ ചോദിക്കുന്നു, തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ആ തെളിവുകൾ സമാഹരിക്കപ്പെടുന്നില്ല. ഒരു കമ്മീഷന് മുന്നിൽ ഒരു മേലുദ്യോഗസ്ഥൻ പറയുന്നു, എൻ്റെ കീഴുദ്യോഗസ്ഥൻ തെളിവുകൾ ഡിജിറ്റലായിട്ടുള്ള എവിഡൻസുകൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ആവർത്തിച്ച് തെളിവുകൾ വരികയാണ്. ഇനിയും എന്ത് തെളിവാണ് വേണ്ടത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? പ്രദീപ് ഒരു ചെറിയ ഉപകാരം ചെയ്യോ? ആ താങ്കൾ ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കത്ത് ഒന്ന് വായിക്കാവോ? താങ്കൾ? യെസ്, ദയവായി താങ്കൾ തുടരുക. എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവിന് അല്ലെങ്കിൽ KG ദിനകർ അവർ രണ്ടുപേരുമാണ് ആ കാര്യം കൈകാര്യം ചെയ്തത്. രാജീവിന്റെ കത്തിന്റെ വിശദാംശങ്ങൾ താങ്കൾ പറഞ്ഞാൽ മതിയല്ലോ. സുരേഷ് ബാബു ദയവായി അവരെ കണക്ട് ചെയ്യുക. തക്കിന്റെ വിശദാംശങ്ങൾ എനിക്കറിയാം, പക്ഷെ താങ്കളോട് അത് മുഴുവൻ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ഹെഡിങ്ങും അതിന്റെ ലാസ്റ്റിലെ പ്രയർ പോർഷനും വായിച്ചാൽ മതി. അതൊന്ന് വായിക്കുക പ്ലീസ്. അത് താങ്കൾക്കായി ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ദയവായി തുടരുക. അതിന്റെ കൃത്യമായ വിശദാംശങ്ങൾ താങ്കളിലേക്ക് എത്തിക്കുന്നതുണ്ട് അല്പസമയത്തിനകം. SRS അത് എത്തിക്കുന്നതിന്റെ ഇടയിലൊരു സമയം. ഈ തെളിവുകളെ ഏതു തരത്തിലാണ് താങ്കൾ കാണുന്നത്? അല്ല, ഈ തെളിവുകളൊക്കെ ഉള്ളതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം മുഖ്യമന്ത്രി അധികാരത്തിലിരുന്നു കൊണ്ട് കോഴിക്കോട് ഓഫീസിലേക്ക് വേണ്ട, ഞങ്ങൾ എടുത്തോളാം. ആ തെളിവ് കൃത്യമായി ഞങ്ങളുടെ ഫ്രെയിമിൽ കൃത്യമായി കാണിക്കുകയും അതിന്റെ വസ്തുതകൾ താങ്കൾ നമ്മുടെ ഈ ചർച്ചയ്ക്കപ്പുറം കൃത്യമായി കാണുന്നില്ല. കൃത്യമായി കാണുന്നില്ല. എനിക്ക് ദൂരക്കാഴ്ച ഇല്ലെന്ന് കൂട്ട്. ഈ കമ്മീഷന്റെ മുമ്പിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലുകളെല്ലാം മുഖ്യമന്ത്രി ഓരോ കാലഘട്ടത്തിലും നിഷേധിച്ചതും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അതില്ല എന്ന് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിൽ കമ്മീഷൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞില്ലേ, ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ആ തെളിവുകൾ മുഴുവൻ മറ്റേ ഉദ്യോഗസ്ഥൻ നശിപ്പിച്ച് കളഞ്ഞു എന്ന് ഈ സ്പെഷ്യൽ ടീമിലുണ്ടായിരുന്ന ആളാണ് പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മുഖ്യമന്ത്രി അധികാരത്തിലിരുന്നു കൊണ്ട് ഇതിൻ്റെ തെളിവെടുപ്പ് നടക്കാൻ പോയാൽ അതൊന്നും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളതിൽ മഹാഭൂരിപക്ഷം. അതുതന്നെയാണ് ഇപ്പോൾ സരിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള വെപ്രാളം പിടിച്ച കുറേ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത്. കാരണം ഈ ഗവൺമെൻറ് കാലാവധി തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് അവർ കൊടുത്ത കാശ് അവർക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ളതാണ്. അവർ നാട്ടുകാരിൽ നിന്ന് കള്ളത്തരം കാണിച്ചിട്ടാണ് ഈ കാശ് മുഴുവൻ പിരിച്ചെടുത്തത്, അല്ലാതെ അവരുടെ തറവാട്ട് സ്വത്തൊന്നും കൊണ്ടുവന്നതല്ല. അത് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റു ചില മന്ത്രിമാർക്കുമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ കാശൊന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് ഉള്ളൊരു വെപ്രാളത്തിൽ നിന്നാണ് അവരിപ്പോൾ ഇത്തരം കാര്യങ്ങൾ. കാരണം ഇത്രയും കാലം ആ സ്ത്രീയെ ആടിനെ പ്ലാവല കാണിച്ച് കൊണ്ടു നടക്കുന്നത് പോലെ ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുകയായിരുന്നു ഇവർ. ചതിക്കുന്ന പണിയാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇത് തന്നെയാണ് മറ്റേ ജോസ് തെറ്റയിൽ MLAക്ക് വേണ്ടി ഒരു പെണ്ണിനിറക്കി നടത്തിയതും കോൺഗ്രസ്സുകാർ. 20 ലക്ഷം രൂപ സ്ത്രീക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല എന്നാണ് അവർ പറയുന്നത്. എവിടെ വേണമെങ്കിലും വന്ന് വിളിച്ച് പറയാമെന്നാ. അതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇവരുടെ ഭരണം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് 3 കാശ് തിരിച്ചു കിട്ടില്ല എന്നുള്ള തോന്നൽ അവർക്ക് വന്നതിൽ നിന്നാണ് അവരിതൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു പലരും ചോദിക്കുന്നുണ്ടല്ലോ. അവർക്കിത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയാതിരുന്നത്. കിട്ടുമെന്നുള്ള ഇവരിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് അവർ ഇടതുപക്ഷക്കാരുടെ കൂടെയല്ലോ പോയത്. അജികുമാർ, എനിക്ക് ശ്രീ പ്രദീപ്, താങ്കൾ സത്യം പറഞ്ഞാൽ എന്നെ നിരാശപ്പെടുത്തി. ഞാൻ വിചാരിച്ചു എന്തോ ഒരു വലിയ ബോംബാണ് പൊട്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ തെളിവ് ഞങ്ങൾ ഇപ്പോൾ പുറത്തു വിടുന്നു. ശ്രീ ബാബുരാജിന്റെ സംഭാഷണ ശകലം നമ്മൾ 2 തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടു. അതിനകത്ത് എന്താണ് ഒരു ബോംബായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് ഒരു പടക്കം പോയിട്ട് നനഞ്ഞ പടക്കം പോലും അല്ലത്. ഒരു ബോംബല്ല, സത്യമാണ്. കാരണം സരിതയും
മുഖ്യമന്ത്രിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് കാണിക്കാനാണ് ആ കത്ത്. അല്ലല്ല പറയട്ടെ, അല്ല നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞെന്താ? നിയമസഭയിൽ ഞാൻ കണ്ടിട്ടില്ല. എത്ര തവണ കണ്ടു, എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ അദ്ദേഹം 14 മണിക്കൂർ മൊഴി പറഞ്ഞല്ലോ. ശ്രീ എസ് ആർ എസ് അത് പറഞ്ഞത് ശരിയല്ല. മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. 14 മണിക്കൂർ പരമ്പള്ളി നഗറിലെ ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗിലുള്ള സോളാർ കമ്മീഷന്റെ മുന്നിൽ പോയി 14 മണിക്കൂർ മൊഴി കൊടുത്തല്ലോ. ഞാൻ പറഞ്ഞില്ല, നിയമസഭയിൽ പറഞ്ഞതിന് അപ്പുറത്ത് ഇപ്പൊ പോയി മൊഴി കൊടുത്തില്ലേ? നിയമസഭയിൽ പറഞ്ഞ പ്രകാരം അതെന്താ വേറെ നിയമസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ട അല്ലല്ല പോയി എന്നുള്ള മര്യാദ കാണിച്ചാണ്. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. ഈ പറഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സോളാർ കമ്മീഷനെ നിയമിച്ചത്. ആ സോളാർ കമ്മീഷനിൽ പ്രതിപക്ഷം പോലും സഹകരിക്കാതിരിക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി 14 മണിക്കൂർ അവിടെ പനമ്പള്ളി അല്ല അദ്ദേഹത്തിന്റെ ഇവിടെ വന്ന് മൊഴിയെടുത്തു. ശരിയാ, കമ്മീഷൻ കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞു തീർന്നില്ല. പ്രതിപക്ഷം പോലും പങ്കെടുത്തില്ല. അല്ല പോട്ടെ പറയട്ടെ അല്ലല്ല അവിടെ അദ്ദേഹം അല്ല പറയട്ടെ പറഞ്ഞു തീർന്നില്ല സർ. അവിടെ അദ്ദേഹം പോയി 14 മണിക്കൂർ മൊഴി കൊടുത്തത് ഇപ്പൊ ആക്ഷേപമായി. പിന്നെ മൊഴിക്കകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സരിതയുമായിട്ട് എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ള സാഹചര്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കച്ചവടം ഭയങ്കര കച്ചവടമാണെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയപ്പോഴാണ് സരിതയുടെ കൂടെ മകനെയും കൂടി കൂട്ടാൻ പോയി. അല്ല ഒരു മിനിറ്റ് മനസ്സിലാകുന്നുണ്ട്. അല്ലല്ല പ്ലീസ്, അങ്ങേക്ക് സമയം കിട്ടിയല്ലോ, എനിക്ക് സമയം തന്നില്ലല്ലോ. പറഞ്ഞു പ്ലീസ്. ഇപ്പോൾ ഈ 12/12/2012 പറഞ്ഞ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റും. 12/12/12 എഴുതി എന്ന് പറയുന്ന സരിതയുടെ കൈയക്ഷരത്തിൽ എഴുതി എന്ന് പറഞ്ഞ കത്തിനകത്ത് എന്താ ഉള്ളത്? ഒരു തഹസിൽദാരുടെ ലെവലിൽ തീരാവുന്ന അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ ലെവലിൽ അത് തന്നെയാണ് വിഷയം. തഹസിൽദാരുടെ ലെവലിൽ തീരേണ്ട ഒരു വിഷയം, തഹസിൽദാരുടെ ലെവലിൽ തീരേണ്ട ഒരു വിഷയം സരിത സ്വന്തം കൈപ്പടയിൽ എഴുതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, മുഖ്യമന്ത്രിയെ കണ്ടിട്ട് അത് ആലപ്പുഴ കളക്ടറിലേക്ക് റെഫർ ചെയ്യുന്നു. സരിത തന്നെ പറയുന്നു, ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ടു, കൗണ്ടർ സൈൻ വാങ്ങുന്നു, ബൈ പേഴ്സൺ ബൈ ഹാൻഡ് ഞാൻ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു, ഒരാഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ കൃത്യമായി ഞാൻ നടപ്പാക്കിയെടുത്തു എന്ന് സരിത തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്പം കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് ജനസമ്പർക്ക പരിപാടികളിൽ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഇതുപോലെയുള്ള പരാതികൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതുപോലെ നേരിട്ട് ഒരാൾ ഒരു പരാതിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ഡിസ്പോസ് ചെയ്താണോ അപരാധമായത്? സരിത തന്നെ ചേരുന്നു. സരിത, താങ്കളെ ഇപ്പോൾ വിളിക്കാൻ കാര്യം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഇവിടെയുണ്ട്. നേരത്തെ താങ്കൾ പീപ്പിൾ ടിവിയിലൂടെ സംസാരിച്ചതും പീപ്പിൾ ടിവി പുറത്തുവിട്ടതുമായ കത്തിലെ വിശദാംശങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നതടക്കം ചോദ്യം ചെയ്യപ്പെടുകയാണ് സരിത. സരിത, താങ്കൾക്ക് കേൾക്കാമോ? അല്ല, അപേക്ഷ വായിക്കുന്നതും അപേക്ഷയിലെ വാക്കുകളും അല്ലല്ലോ ഞാൻ ചോദിച്ച ചോദ്യം. ഞാൻ പറഞ്ഞത് ഈ പ്രത്യേക കത്ത് പലയിടത്തും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അതായത് ഈ അപേക്ഷ ഇതിനെ കത്തെന്നല്ല, ഈ അപേക്ഷയെ പറ്റി ഇതിന്റെ രത്നമ്മ ബാബുരാജിന്റെ ഹസ്ബൻഡായ ബാബുരാജ്, ഞങ്ങളുടെ കേസിലെ വാദി, ഞങ്ങളുടെ ഒരു കേസിലെ വാദി, ഇതിനു മുമ്പ് തന്നെ പലയിടത്തും ഈ കത്തിനെ പറ്റി, ഈ അപേക്ഷയെ പറ്റി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതും ഈ കത്തും കൂടെ കൂട്ടി വായിച്ചാൽ മതി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതായത് എന്നെ അറിയില്ല എന്ന് 100 വട്ടം തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയെ എനിക്ക് എത്രത്തോളം അറിയാം എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് എന്നെ അറിയില്ല എന്ന് പറയുന്ന ഒരാളെ എനിക്ക് അറിയാമെങ്കിൽ എനിക്കത് അറിയണം, മറ്റുള്ളവരെ കൂടെ ബോധ്യപ്പെടുത്തണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ദയവായി താങ്കളുടെ ചോദ്യം ശ്രദ്ധിക്കുക സരിത, ചില ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ്. അതായത് എന്റെ കയ്യിൽ ഇപ്പോൾ ആ കത്തുണ്ട്. 10/12/2012 അപേക്ഷാ തീയതിയായി എഴുതിയ കത്ത്. ആ കത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള 12/12/2012 ടു ഡിസ്ട്രിക്ട് കളക്ടർ ആലപ്പുഴ ഫോർ അർജന്റ് നെസസറി ആക്ഷൻ എന്ന കൗണ്ടർ സൈൻ താങ്കളുടെ കൈപ്പടയിലാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. അതെ. എന്തിനു വേണ്ടി എഴുതിയത് എന്റെ ക്ലയന്റ് ആയിരുന്ന ബാബുരാജ് വർഷങ്ങളായിട്ട് ഒരു ഗ്രീവ്നസ്, അദ്ദേഹത്തിന്റെ ഒരു ഗ്രീവ്നസ് ആയിരുന്നു, ഒരു ഡിസ്പ്യൂട്ട് കിടന്ന ആ ഭൂമിയുടെ റീസർവേ നടത്തി കിട്ടുന്നില്ല, അതുകൊണ്ട് ആ വസ്തു വിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പരാതികൾ നിങ്ങൾ കുറച്ചു മുമ്പേ തന്നെ ഈ കരളി ചാനലിലെ പല വ്യക്തികളും വായിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ അതിനെപ്പറ്റി എനിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് കടക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ താങ്കളെ വിളിച്ചത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു
ഈ കത്ത് എന്താണ്, അതിന്റെ സാങ്ക്ടി അടക്കം ചോദിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ദയവായി അല്പസമയം താങ്കൾ ഞങ്ങളോടൊപ്പം തുടരുക. സംശയം വരികയാണെങ്കിൽ ആ സംശയ നിവൃത്തി താങ്കൾ ഉണ്ടാകണം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എന്താണ് താങ്കളുടെ ചോദ്യം? പ്രദീപ്, യെസ് പ്രദീപ്, സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ ആ കത്തിന്റെ സാങ്ക്ടിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ആ കത്തൊന്ന് വായിക്കാമോ എന്ന് പറഞ്ഞു. ശ്രീമതി സരിത തന്നെ പറഞ്ഞിരിക്കുന്നു അത് കത്തല്ല, അതൊരു അപേക്ഷയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ അപേക്ഷയൊന്ന് വായിക്കൂ എന്നാ ഞാൻ പറഞ്ഞത്. യെസ്, ദയവായി താങ്കൾ ഒന്ന് കേൾക്കുക. എന്റെ അപേക്ഷ അത്രയേ ഉള്ളൂ. ആ അപേക്ഷയൊന്ന് വായിക്കൂ. യെസ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എന്റെ ഉടമസ്ഥതയിലുള്ള സർവേ നമ്പർ 267/9 അതല്ല വേണ്ട. പിന്നെ എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് അതല്ല. പ്ലീസ്, അത് തുടക്കം മുതൽ അവസാനം വരെ വേണം. ആർക്ക് അഡ്രസ് ചെയ്യുന്നു, ആര് കൊടുക്കുന്നു, ആരാണ് അവസാനിപ്പിക്കുന്നത് മുഴുവൻ അതാ വേണ്ടത്. ബോഡിയെ കുറിച്ച് ഞാൻ കണ്ടല്ല. യെസ്, അത് ആർക്കാണ് അപേക്ഷ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഉന്നയിക്കുന്ന വാദഗതി ഇതിലെ കൗണ്ടർ സൈൻ ആണ്. താങ്കൾ ദയവായി നിങ്ങൾക്ക് വാദഗതി ഉന്നയിക്കാം. വാദഗതിയല്ല, ദയവായി താങ്കൾ ശ്രദ്ധിക്കുക. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ദയവായി താങ്കൾ ശ്രദ്ധിക്കുക. ഉമ്മൻചാണ്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് 12/12/2012 ആർക്കാണ്? ടു ഡിസ്ട്രിക്ട് കളക്ടർ ആലപ്പുഴ. അവിടെ വച്ചിരിക്കുന്നു ഫോർ അർജന്റ് നെസസറി ആക്ഷൻ. ഇതാണ് സരിത പറയുന്നത്. മുഖ്യമന്ത്രിക്ക് അടുത്തെത്തേണ്ട യാതൊരു സാഹചര്യവുമില്ലാതെ ഒരു തഹസിൽദാർക്ക് മാത്രം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഒരു കൗണ്ടർ സൈൻ വാങ്ങി ഒരു ഫോർമാലിറ്റീസും കൂടാതെ അവിടെ എത്തിച്ച് ഞാൻ കാര്യം സാധിച്ചു എന്നാണ് സരിത പറയുന്നത്. പ്രദീപ് കഴിഞ്ഞോ? Yes. പ്രദീപ്, ബാക്കി മറ്റ് പല ചാനലുകളേക്കാൾ അപേക്ഷിച്ച് പീപ്പിൾ TV കുറേയധികം ധർമ്മം പാലിക്കുന്ന ഒരു TV ആയിട്ടാണ് എനിക്ക് ഇന്നലെ വരെയുള്ള അനുഭവം. പീപ്പിൾ TVക്ക് പ്രത്യേകമായ രാഷ്ട്രീയമുണ്ടെങ്കിലും അതിൻ്റെ മാധ്യമധർമ്മം കഴിയുന്നിടത്തോളം പാലിക്കുന്ന ഒരു ചാനലായിട്ടാണ് ഇന്നലെ വരെ ഞാൻ അനുഭവിച്ചത് പലരിൽ നിന്നും. ശ്രീ പ്രദീപിനോട് ഞാൻ പറയുന്നത്, ആ കത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്, ആ കത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, കത്തിനകത്തെ ബോഡി, അതിനകത്തുള്ള കണ്ടന്റിനെ കുറിച്ച് എനിക്ക് തർക്കമില്ല, തർക്കിക്കുന്നില്ല. ഞാൻ ബഹുമാനത്തോടെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അതിന്റെ തുടക്കം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സർ സമക്ഷം. താങ്കൾ കേൾക്കുന്നുണ്ടോ PM സുരേഷ് ബാബു? ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ സമക്ഷം പത്തനംതിട്ട ജില്ലയിൽ കോടുഞ്ചേരി താലൂക്ക് ആറന്മുള പഞ്ചായത്ത് ഇടയാറുള്ള മുറിയിൽ ഇടത്തറ കോട്ടയ്ക്കകത്തു വീട്ടിൽ താമസം ശ്രീമതി രത്നമ്മ ബാബുരാജ് ബോധിപ്പിക്കുന്ന അപേക്ഷ. അത് കഴിഞ്ഞു. അത് മതി എനിക്ക്. അവസാനം അതിന്റെ പ്രയർ പോർഷൻ ഒന്നുകൂടെ വായിക്കുക. പ്രയർ പോർഷൻ, ഈ അപേക്ഷയിൽ പ്രയർ പോർഷൻ ഒന്ന് വായിക്കുക. ലാസ്റ്റിലെത്തത് ഈ അപേക്ഷയിൽ അത് ബോഡിയെ കുറിച്ച് ഞാൻ തർക്കിക്കുന്നില്ല. എനിക്ക് എന്റെ ആ തർക്കം വേറെയാണ് പ്രദീപ്. ഞാൻ വായിക്കുന്നു. ഈ അപേക്ഷയിന്മേൽ കേൾക്കാമോ PM സുരേഷ് ബാബു? ശ്രീ PM സുരേഷ് ബാബു, താങ്കൾക്ക് കേൾക്കാം. ഈ അപേക്ഷയിന്മേൽ എത്രയും വേഗം നടപടിയെടുക്കാൻ മുൻഗണനാക്രമം വിട്ട് എനിക്ക് സർവേ നടത്തി കിട്ടുവാനുള്ള ശുപാർശ ചെയ്യണമെന്ന് അങ്ങേക്ക് താഴ്മയായി അപേക്ഷിക്കുന്നു. പിന്നെ ഒപ്പിട്ടിരിക്കുന്ന പേര് വിധേയപൂർവം രത്നമ്മ ബാബുരാജ്, കോട്ടയ്ക്കകം, ഇടയാറന്മുള. ശരി പ്രദീപ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം.
ഈ ബാബുരാജ് എന്ന് പറഞ്ഞ ആൾ ഇപ്പൊ TV ചാനലിലൂടെ വന്നിട്ട് പറഞ്ഞു, എഴുതി, സരിത എഴുതി, എന്റെ കാണിച്ചു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. രത്നമ്മ ബാബുരാജിന്റെ പേരിൽ എഴുതിയ കടലാസ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, എന്നൊക്കെ തർക്കമൊന്നുമില്ല. പക്ഷെ ഒപ്പിട്ടിരിക്കുന്നത് അപേക്ഷകയല്ല. ഈ കത്ത് മൊത്തത്തിൽ ഈ ഒരു അപേക്ഷ കണ്ടാൽ, ഈ അപേക്ഷ ഒരു 10,000-കണക്കിന് എഴുത്തും അപേക്ഷയും കാണുന്ന മുഖ്യമന്ത്രി പ്രിയപ്പെട്ട സരിതയുടെ കയ്യക്ഷരം തിരിച്ചറിഞ്ഞോളണം എന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ പ്രദീപ്? സരിതയുടെ കയ്യക്ഷരമാണ് എന്നെങ്ങനെയാ ഇതിനകത്ത് മനസ്സിലാവുക? സരിതയുടെ റോൾ എങ്ങനെയാ ഇതിനകത്ത് മനസ്സിലാവുക? ഇതൊക്കെ നമ്മൾ സത്യം പറയട്ടെ പ്രദീപ്, ഇതിനകത്ത് ഒരു ധർമ്മം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ആ ധർമ്മമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അത് ഈ അപേക്ഷ പ്രകാരം ഇതിനകത്ത് സരിതയുടെ ഇൻവോൾവ്മെന്റ് ഒരിടത്തും കാണുകയില്ല. സരിത എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് ഒരിടത്തും ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഒരു രത്നമ്മ ബാബുരാജ് അപേക്ഷ കൊടുക്കുന്നു, രത്നമ്മയ്ക്ക് വേണ്ടി അവരുടെ ഭർത്താവ് പറയുന്നു, പിന്നെ ദയവ് ഇത് കഴിക്കണം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, താങ്കളുടെ സമയം തന്നിട്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി താങ്കളെ ബോധിപ്പിക്കട്ടെ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാൻ കേൾക്കുന്നുണ്ട്. യെസ്, അതായത് ഈ കത്ത് പീപ്പിൾ TV പുറത്തുവിട്ടപ്പോൾ അരമണിക്കൂറോളം സരിത സംസാരിച്ച് വെല്ലുവിളിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച കാര്യം, ഈ കത്ത് എന്റെ കൈപ്പടയിൽ, ഞാൻ താങ്കൾ പറഞ്ഞത് പ്രകാരം അതിന്റെ ടോപ്പ് പോർഷൻ വായിച്ചു, വളരെ വ്യക്തമായി. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ സമക്ഷം അവതരിപ്പിക്കുന്ന ഈ അപേക്ഷ, അതിന്റെ എൻഡിൽ ഈ അപേക്ഷയിന്മേൽ എത്രയും വേഗം നടപടിയെടുക്കാൻ മുൻഗണനാ ക്രമം വിട്ട് എനിക്ക് സർവേ നടത്തി തരണം. സരിത സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ് PM സുരേഷ് ബാബു. ഇത് എന്റെ കൈപ്പടയാണ്. ഏത് ശാസ്ത്രീയ അന്വേഷണത്തിനും സംസ്ഥാന സർക്കാർ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാൻ തയ്യാറാണ്. ഈ കൈപ്പട എന്റേതല്ലെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ എന്തിനാ അതിനകത്ത് കാര്യമില്ല? സംസ്ഥാന സർക്കാർ പറയുന്ന എന്ത് കാര്യവും നടത്താൻ ഞാൻ തയ്യാറാണ് എന്ന് വെല്ലുവിളിച്ച എന്താണ് PM സുരേഷ് ബാബു? വെറുതെ വഴിയെ പോകുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി അടുത്ത് പോയി ഇങ്ങനെ ഒരു സാധനം ഒപ്പിടിച്ചു കൊണ്ടുവരാം. അവര് ബന്ധമുണ്ടായിരുന്നു. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയാൽ മതി. ശ്രീ PM സുരേഷ് ബാബു, ആ വെല്ലുവിളിയെ എങ്ങനെ താങ്കൾ സ്വീകരിക്കുന്നു? ഇല്ലെന്ന്, അത് സരിതയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് തന്നെ ഞാനങ്ങ് സമ്മതിച്ചു തരാം. എന്നാൽ എന്താ എന്തിനാ ഞങ്ങൾ തർക്കിക്കുന്നത്? ഞാൻ തർക്കിക്കുന്നില്ലല്ലോ. അന്നും മുഖ്യമന്ത്രിക്ക് ഇവരെ പരിചയമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു എവിഡൻസ് ആണത്. ചുമ്മാ വഴിയെ പോയൊരു സരിതയ്ക്ക് കയറി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഒപ്പിടിക്കാൻ പറ്റുമോ? ഇത് ആരോടെ ഇതൊക്കെ പറയുന്നത്? അതാണ് ഞാൻ പ്രിയപ്പെട്ട SRS, അങ്ങേ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങേ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങയിൽ നിന്ന് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായി സംസാരിക്കുന്നത് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പൊ ഈ അക്ഷരം ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഇതിനകത്ത് ഇപ്പൊ ഈ അക്ഷരം ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കണ്ടോ അല്ലെങ്കിൽ ഫോറൻസിക് എക്സ്പെർട്ടിന് വായിക്കേണ്ട കാര്യം ഒന്നുമില്ല. ഒരു കത്ത് അവിടെ കിട്ടി. ഒരു കത്തിന്റെ പേരിൽ പെട്ടെന്ന് നമുക്കറിയാവുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം എന്നിട്ട് കളവ് അങ്ങനെ പറയരുത്. അദ്ദേഹം ഈ ലക്ഷോപലക്ഷം ആയിരക്കണക്കിന് കത്തുകൾ സുരേഷ് ബാബു, ഒരു തർക്കത്തിന് അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനൊരു കത്തൊരു സരിത ആ കത്തിന്റെ ഒരു മെറിറ്റിലേക്ക് വരികയാണെങ്കിൽ, തന്റെ കൈപ്പടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ അപേക്ഷ അവിടെ നിൽക്കുമ്പോൾ ഒരു 3 പ്രാവശ്യം സരിതയെ കണ്ടേക്കാം എന്ന് സോളാർ കമ്മീഷനിൽ ഒരു മുഖ്യമന്ത്രി മൊഴി നൽകുമ്പോൾ സരിത പറയുകയാണ് 2012 എന്റെ കൈപ്പടയിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ടെനി ജോപ്പനോടൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടു, ഈ വസ്തുതകളൊക്കെ സംസാരിച്ചു, ഇത് അപേക്ഷ കൊടുത്തു, മുഖ്യമന്ത്രി സീൽ ചെയ്തു, ഒപ്പിട്ടു, ഡേറ്റ് വെച്ചു, എനിക്ക് അപേക്ഷ തന്നു, ഞാൻ അവിടെ പോയി ഈ കാര്യം നേടി എന്നൊരു സരിത പറയുന്നു. ശ്രീ PM സുരേഷ് ബാബു, കണ്ടിട്ടില്ല എന്ന് സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആവർത്തിച്ച് ആണയിടുമ്പോഴാണ്
സരിതയെ വിശുദ്ധവൽക്കരിക്കുക ഈ ചർച്ചയുടെ ലക്ഷ്യമേ അല്ല. സരിത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ സമൂഹത്തിന്റെ മുന്നിൽ കൂട്ടുപ്രതികൾ എന്ന് പറയുന്നവർ വന്ന് ആരോപണം ഉന്നയിക്കുകയാണ്. തെളിവുകളായി എങ്ങനെ പ്രതികരിക്കും സുരേഷ് ബാബു? എന്തിനാ പ്രതിഭ ഇത്ര ആവേശം നിങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നത്? താങ്കൾ ഒരു ആങ്കർ മാത്രമല്ല, താങ്കൾ ഒരു ചാനലിന്റെ ആളല്ലേ, ഒരു വശത്തിന്റെ ആളല്ലല്ലോ. താങ്കളുടെ രാഷ്ട്രീയം ഞാൻ ഉൾക്കൊള്ളുന്നു, അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇതിനകത്ത് എന്താ ഇതിനകത്തുള്ള പ്രശ്നം? പ്രശ്നമുണ്ട്, ഞാൻ പറയാം. സത്യമല്ലല്ലോ. അങ്ങയോട് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയതല്ല. ഞാൻ പറഞ്ഞോളാനാണ് ഞാൻ പറഞ്ഞത്. അല്ല, താങ്കൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ കേസ് അല്ല, ഞാൻ ഈ പറയുന്നത് പറഞ്ഞു പിന്നെ നിർത്തി. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ കേസ് നിയമസഭയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സ്ത്രീയെ അറിയില്ലെന്നാണ്. അത് സുരേഷ് ബാബു നിഷേധിക്കുമോ? ആ കേസാണ് ഇന്നിപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അജിത് കുമാർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാര്യമില്ലല്ലോ. ചുമ്മാ ഇപ്പൊ സ്ക്രോൾ ചെയ്ത് പോകുന്നു. മുഖ്യമന്ത്രി വഴിവിട്ട് സർവേ നടത്തുന്ന കാര്യത്തിൽ ഏത് വ്യക്തി ഒരു അപേക്ഷ കൊണ്ടുവന്നാൽ ഇത് ആരെഴുതിയതാണ് നോക്കിയിട്ടല്ലോ, അതിന്റെ മെറിറ്റ് നോക്കിയിട്ടല്ലേ. തർക്കത്തിന് വേണ്ടി പറയാതെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞല്ലോ, ഞാനും അങ്ങനെ ഒരുപാട് സ്നേഹിക്കാൻ ബഹുമാനിക്കുന്നുണ്ട്. വെറുതെ അങ്ങനെ ഇത് മുട്ടാത്തർക്കാണ്. അല്ല പിന്നെ ഞാൻ ചോദിക്കട്ടെ, വേറെ ഒരാൾ നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് മുൻഗണനാക്രമം വിട്ട് എനിക്ക് നാളെ രാവിലെ ക്ലിഫ് ഹൗസിലോട്ട് ചെന്നാട്ടെ എത്ര പേര്, 100 കണക്കിന് ആളുകൾ ഇതുപോലെ അപ്പൊ തന്നെ നടപടിയെടുക്കും. അതാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റൈല്. നിങ്ങൾ പറയുന്ന സ്റ്റൈല് ആ സ്റ്റൈലാണോ ജനാധിപത്യത്തിൽ വേണ്ടത്? അതാണല്ലോ മുഖ്യമന്ത്രി ജനങ്ങളുടെ ആവലാതികൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു ഭരണാധിപന്റെ പരാതിയോടെ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, ഇത്തരം ആരോപണങ്ങൾ ഞാൻ ഒരു പക്ഷത്തിന്റെയും ഭാഗത്തു നിന്നല്ല. താങ്കളെ വളരെയേറെ ബഹുമാനിക്കുന്നു. താങ്കൾ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പാനലിലേക്ക് വിളിച്ചതും. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മുന്നിൽ വസ്തുതകൾ വന്നാൽ ആ വസ്തുതകൾ അവതരിപ്പിക്കപ്പെടുക എന്നുള്ള ധർമ്മം, ഒരു കടമ താങ്കൾക്ക് രാഷ്ട്രീയ പ്രവർത്തകൻ്റെതായ ധർമ്മവും കടമയും ഉള്ളതുപോലെ താങ്കൾക്ക് അതിൻ്റെ അവസരം തന്നുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ ഇങ്ങനൊരു ഒരു അപേക്ഷ വന്നു. ആ അപേക്ഷയുടെ ടോപ്പ് പോർഷൻ എന്താണ് എന്ന് താങ്കൾ എന്നോട് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ സമക്ഷം എന്ന് പറയുന്നു. അതിന്റെ അവസാനം പറയുന്നു മുഖ്യമന്ത്രിയുടെ കൗണ്ടർ സൈൻ വരുന്നു, ഒപ്പിടുന്നു. ഇത് എഴുതിയ ആൾ വെല്ലുവിളിക്കുകയാണ്, ഇത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഞാനുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു തെളിവിത, മറ്റു തെളിവുകൾ ഞാൻ തിങ്കളാഴ്ച പുറത്തുവിടും. ഈ വസ്തുത ഞാൻ താങ്കളുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കാം, തിങ്കളാഴ്ച വരട്ടെ ഈ തെളിവ്. യെസ്, ഈ തെളിവ് ഒരു വ്യവസ്ഥിതിയുടെ മുമ്പിലും തെളിവല്ല. ഈ തെളിവ് പ്രദീപ് പറഞ്ഞോളൂ, പ്രദീപ് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇനി തിങ്കളാഴ്ച വരുന്ന തെളിവിൽ വല്ലതുമുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം. അതുവരെ ഇതൊരു തെളിവല്ല. ഇതൊരു തെളിവല്ല. ഞാനൊരു ഒരു കോടതിയിൽ പോകുന്ന ഒരു വക്കീൽ, അത് തന്നെ ഒരു പിന്നെ സ്നേഹലതാ ബാബുരാജ് കൊടുത്ത ഒരു അപേക്ഷയിൽ മുഖ്യമന്ത്രി ഇട്ട ഒരു ഉത്തരവ്, അതിനകത്ത് സരിതയുടെ റോൾ, ആരുടെ കൈയക്ഷരം എന്നുള്ളത് ഒരു മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമേ അല്ല. യെസ്, ആദ്യം മനസ്സിലാക്കൂ. അത് ദയവ് ചെയ്തിട്ട് അത്തരം ഒരു കാര്യം മനസ്സിലാക്കൂ. അത് താങ്കളുടെ നിലപാട് ഞാൻ ബഹുമാനിക്കുന്നു. താങ്കളുടെ നിലപാട് എന്തായി കഴിഞ്ഞാലും അതിന്റെ വാല്യൂ അതാണ്. അത് താങ്കൾ ദയവായി തുടരുക.